വക്രദൃഷ്ടി തുടരുന്നു. നടൻ സലിം കുമാറും ശ്രീനിവാസനെ പോലെ കാർഷിക വൃത്തിയിൽ പല പരീക്ഷണങ്ങളും നടത്തുന്ന അഭിനേതാവാണ്. പൊക്കാളി കൃഷി നടത്തുക മാത്രമല്ല, പൊക്കാളി പാടങ്ങളെക്കുറിച്ച് ഡോക്യുമെൻ്ററിയും എടുത്തു. സലിം കുമാറിൻ്റെ അഭിപ്രായത്തിൽ അഗ്രികൾച്ചറാണ് യഥാർത്ഥ കൾച്ചർ. ഇപ്പോൾ നമ്മൾ പലരും പറയാറുണ്ട്, അവന് കൾച്ചറില്ലാത്തവനാണ്, ഇവൻ കൾച്ചറില്ലാത്തവനാണ്. അപ്പം നമ്മൾ അന്വേഷിച്ച് നോക്കി എന്താണ് കൾച്ചർ, എന്താണ് സംസ്കാരം എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് പോയാൽ നമുക്ക് ആകെ ഒരു സംസ്കാരത്തെക്കുറിച്ച് മാത്രമേ നമുക്കറിയുള്ളൂ. അദ്ദേഹം 10 മണിക്ക് മരിച്ച് 11 മണിക്കാണ് സംസ്കാരം. യഥാർത്ഥ സംസ്കാരം എന്ന് പറയുന്നത് കൾച്ചർ കൂടെയുള്ള ഒരേ ഒരു സാധനത്തിൻ്റെ മാത്രമേ ഉള്ളൂ, അഗ്രികൾച്ചർ. ടെലിവിഷൻ ചർച്ചകളിൽ ഒരേ സമയം പല TV ചാനലുകളിലും ചിലർ പങ്കെടുക്കുന്നതിൻ്റെ രഹസ്യം സലിം കുമാറിന് പിടികിട്ടിയിട്ടില്ല. ഇതൊക്കെ TV വന്നിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടണം നിങ്ങൾ, പൊളിറ്റിക്കൽ സറ്റയറിൽ ഇതും കൂടി ചേർക്കണം നിങ്ങൾ. അപ്പോൾ ഈ ചർച്ചകൾ വരുന്നു, യാതൊരു ചർച്ചയ്ക്കും ഒരു പരിസമാപ്തി ഇല്ലാതെ ആ സമയവും ശരി നന്ദി മറ്റേയാളെ നന്ദി മറിച്ചാളെ എന്ന് പറഞ്ഞ് പിരിച്ചുവിടുകയാണ് പതിവ്. ഒരു ചർച്ചയും ഒരു TV ചർച്ചയും ഇന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ല. ഞെട്ടിപ്പോയ മറ്റു സംഭവം വെച്ചാൽ ഒരു ചാനലിൽ നിൽക്കുന്ന ആളെ ഒരേ സമയത്ത് പല ചാനലിലും കാണാൻ പറ്റും. എന്നിട്ട് മുകളിൽ ലൈവ് എന്ന് എഴുതി കാണിക്കുകയും ചെയ്യും. അവരോട് സലിം കുമാറിൻ്റെ ഉപദേശം ഇതാണ്: രാഷ്ട്രീയ ചർച്ചകളിൽ സമയം പാഴാക്കുന്ന പൊതുപ്രവർത്തകർ അത് നിർത്തി കൃഷിക്ക് ഇറങ്ങണം. അപ്പം ഈ രാഷ്ട്രീയക്കാര് ശരിക്കും ചാനലിൽ നിന്നിറങ്ങി ഇതുപോലെ ചാലുകളിലേക്ക് വരണം. ഇതുപോലെ മണ്ണിൽ നിലത്തിറങ്ങണം ആ ചാനലിൽ നിന്ന് വരണം. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നതിന് പകരം മൺവെട്ടി ഏന്തണമെന്നാണ് സലിം കുമാറിൻ്റെ ഉപദേശം. ഇപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടി സമരങ്ങൾ അപ്പൊ ഇങ്ങനെ വിളിക്കുന്ന കൈ ഇങ്ങനെ വെട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. രാഷ്ട്രീയ കൃഷിയും ഗ്രൂപ്പ് കൃഷിയും നൽകുന്ന വിളവ് പൊക്കാളി കൃഷിക്ക് ലഭിക്കില്ലല്ലോ. വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.